ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ്. ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ താഴെ കണ്ടോ ടേബിൾ സിസ്റ്റമാണ്. നമുക്കിത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ പറ്റുന്ന മൾട്ടിവുഡാണ്. അതായത് മൾട്ടിവുഡിൻ്റെ പ്രത്യേകത ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ, അതായത് വെള്ളം നനഞ്ഞാലും കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇവിടെ ഓൾറെഡി ഇരുന്നത്, അതായത് ഈ ബാത്റൂമിൽ ഓൾറെഡി ഇരുന്നത് ഒരു പ്ലൈവുഡിൻ്റെ ആയിരുന്നു. പ്ലൈവുഡിന് നിങ്ങൾക്ക് അറിയാവുന്ന ബാത്റൂമുകളിൽ ഈർപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഒരു 3-4 വർഷം കഴിയുമ്പോൾ, മാക്സിമം ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും അത് ദ്രവിച്ച് താഴെ വീഴാൻ തുടങ്ങും. ഓൾറെഡി നമ്മളിപ്പോൾ ഈ മൾട്ടിവുഡിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് എന്നും നിലനിൽക്കും. അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ ടാപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിൻസ് പോട്ട ബാത്റൂം ഫിറ്റിങ്സുകളിലേക്ക് ലെവലിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഏഷ്യൻ പെയിൻസിൻ്റെ ടാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഡിസൈനും കാര്യങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കണ്ടോ, ഒരു ഒരു വേവ്, അതായത് ഒരു തിരമാലയുടെ എഫക്റ്റാണ് അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊരു ചെറിയൊരു സ്റ്റോർ പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അതിൻ്റെ അതായത് അതിൻ്റെ ആംഗ്ലയർ വന്നിട്ട് എൽ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ എൽ ക്ലാമ്പിൽ നമ്മൾ ഡയറക്റ്റായിട്ട് 3 ഇഞ്ചിൻ്റെ സ്ക്രൂ ഡയറക്റ്റ് ഫിഷർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മുകളിൽ നമ്മൾ വെറുതെ ആ വാഷ് ബേസിൻ ജസ്റ്റ് ഇറക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ അതിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ പൈപ്പ്, അതുപോലെ തന്നെ വേസ്റ്റ് പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓൾറെഡി അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന വേസ്റ്റ് പൈപ്പിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സിബിൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിരിക്കും. കാരണം നിലത്ത് ടച്ച് ചെയ്യാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒട്ടും അടിയിൽ ഇത് വേറെ രീതിയിൽ വരുന്നിട്ട് ടേബിൾ ടോപ്പ് തന്നെ. ടേബിളിൽ നിന്ന് ഉദ്ദേശിച്ച് താഴെ നിന്ന് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ആ ബാത്റൂമിൻ്റെ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത് നമ്മൾ ഒരിക്കലും ബാത്റൂമിൻ്റെ താഴെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബാത്റൂം നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന മിറർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ടോപ്പിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. മിറർ കൊടുത്തിരിക്കുന്നതിന് ഒരു സ്റ്റൈലിഷ് രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ മുകളിലായിട്ട്. ഇതുപോലെ നിങ്ങളുടെ ബാത്റൂമുകളിൽ നിങ്ങൾക്ക് ചെയ്താൽ നല്ല സ്റ്റൈൽ, ഒരു മോഡേൺ ലുക്ക് നമ്മുടെ ബാത്റൂമുകളിൽ എപ്പോഴും ഫീൽ ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ സെറ്റ് നമുക്ക് ഏകദേശം വരുന്നത് രണ്ടും കൂടിയിട്ട്, അതായത് അതിൻ്റെ സെറ്റും വാഷ് ബേസിനും കൂടി വരുന്നത്, വാഷ് ബേസ് ടാപ്പ് ഒഴിച്ച് വാഷ് ബേസിനും കൂടി വരുന്നത് ഏകദേശം 8 രൂപ റേഞ്ചാണ് വരുന്നത്. പിന്നെ ടാപ്പിന് എക്സ്ട്രാ റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് ഇട്ട രീതിയിൽ ടേബിൾ ടോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് ചെയ്ത് നീറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമുകൾ ഒരു അടിപൊളി സ്റ്റൈലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് മാക്സിമം ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.